കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം സർവേ അടിസ്ഥാനത്തിലാണ്. കർണാടക ആസ്ഥാനമായ ഒരു ഏജൻസി ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും സർവേ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയ സാധ്യതാ പട്ടിക ഈ സർവേക്ക് ശേഷം ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുണ്ടെന്നും അറിയുന്നു. ദീപക് ശർമ്മ ഈ ബ്രേക്കിംഗ് വാർത്തയുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇതിൽ കഴിഞ്ഞ 3 മാസമായി കേരളത്തിൽ ഒരു സർവേ നടന്നിരുന്നു. ആ സർവേ കർണാടക ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ ഏജൻസിയാണ്. ആ സർവേയുടെ രീതിശാസ്ത്രങ്ങൾ തീരുമാനിച്ചത് കനകോലുവാണ് എന്നുകൂടി ഔദ്യോഗികമായി തന്നെ നമുക്കറിയാൻ സാധിച്ചു. ഈ സർവേ 2 രീതിയിലായിരുന്നു നടന്നത്. ഒന്ന്, കോൺഗ്രസിന് പുറത്തുള്ള സാമുദായിക സംഘടന നേതാക്കളെ അവർ കണ്ടു, അവരിൽ നിന്നുള്ള വിവരശേഖരണങ്ങൾ. മറ്റൊന്ന്, കോൺഗ്രസിനകത്തുനിന്നുള്ള വിവരശേഖരണങ്ങൾ. ഈ ഏജൻസിക്കാരെല്ലാം തന്നെ DCC പ്രസിഡന്റുമാരുമായാണ് ആദ്യം 3 മാസം മുൻപ് തന്നെ കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം അവർ വിവിധ തലങ്ങളിൽ സാമുദായിക നേതാക്കൾ, അതുപോലെ ചില പവർ ഗ്രൂപ്പുകൾ, ഇൻഫ്ലുവൻസിങ് ആൾക്കാർ, അത്തരത്തിലുള്ളവരിലേക്ക് കടന്നു. അങ്ങനെ ഓരോ മണ്ഡലത്തിലെയും വിജയസാധ്യത ആരാണ് എന്നുള്ള രീതിയിലുള്ള പട്ടിക ഈ ഏജൻസി കണ്ടെത്തി. ഏജൻസിയുടെ പട്ടിക കനകോല് തന്നെ ഹൈക്കമാൻഡിന് കൈമാറി എന്നുള്ളതാണ് നമുക്ക് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ സ്ഥിരീകരിക്കപ്പെട്ട് ലഭിക്കുന്ന വിവരം. അതായത് ഓരോ പ്രദേശത്തും കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ 24-നോട് ഡൽഹിയിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇക്കുറി പ്രശ്നമുണ്ടാകില്ല, നേരത്തെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമെന്നുള്ളത്. അതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനാകും. കാരണം ഓരോ മണ്ഡലത്തിലും ആരെ ഇറക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസിന്, ഹൈക്കമാൻഡിന്, സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണയുണ്ടായത് ഇത്തരത്തിലൊരു സ്വകാര്യ ഏജൻസി വളരെ കൃത്യമായ ഒരു ശാസ്ത്രീയ പഠനം ഓരോ മണ്ഡലത്തിലും നടത്തിയിരിക്കുന്നു, അവർ പട്ടിക കൈമാറിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.